ഇതാ പാലക്കാട്ട് നിന്നുള്ള ദൃശ്യം. രമേശ് പിഷാരടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് റോഡ് ഷോ നടക്കുകയാണിപ്പോൾ. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷന് പദവി ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങളുടെയൊക്കെ എണ്ണം ഉയർന്ന ഒരു വർഷം കൂടിയാണ് ഇത്തവണ. മേയറും ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുള്ള ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഇത്തവണ മത്സരത്തിനായി ഇറങ്ങുന്നത് BJP. പുതുപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യം. 12 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് നേരത്തെ ചാണ്ടി ഉമ്മൻ നമ്മളോട് പറഞ്ഞിരുന്നു. ഷിനോജ് അവിടെ നിന്നുള്ള പ്രതികരണമൊക്കെ നമുക്ക് മുൻപിലേക്ക് എത്തിച്ചിരുന്നു. ചാണ്ടി ഉമ്മൻ ഇതാ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. 37,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്നും വിജയിച്ചു കയറിയത്. ഇത്തവണ ബാനറുകളും ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടും. ആളുകളുടെ മനസ്സിലേക്ക്, ആളുകളുടെ വീട്ടിലേക്കാണ് എത്തേണ്ടത്, പോസ്റ്ററുകളിലല്ല നമ്മൾ വേണ്ടത് എന്നുള്ളതാണ് ചാണ്ടി നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ SIR പരിഷ്കരണത്തിലുൾപ്പെടെ വോട്ടുകൾ അവിടെ പലർക്കും നഷ്ടമായിട്ടുണ്ട്. 10,000 പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. ഇത്തവണ K രാധാകൃഷ്ണനാണ് LDFന് വേണ്ടി പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരത്തിനായി ഇറങ്ങുന്നത്. മറിയാമ്മ ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.